നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. പി വി ജോഷ്ല ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു. ജോഷ്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഏറ്റവും സന്തോഷമല്ലേ, നമ്മളെങ്ങനെ നിറഞ്ഞു എന്ന് പറയില്ലേ, മനസ്സ് നിറയ്യ എന്നൊക്കെ പറയില്ലേ, വാക്കാലിങ്ങനെ പറയുന്നതല്ല, അത് അങ്ങനെ അനുഭവിക്കുകയാണല്ലേ. ജോഷ്ലയുടെ മുഖത്തെ ആ ചിരി കണ്ടാൽ അറിയാം. തീർച്ചയായും വിനിഷ, ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ആശ്വാസകരമായ ഒരു നിമിഷത്തിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. 25-ാം തീയതി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ദിവസം വന്നു ചേരുകയാണ്. ദുരന്തബാധിതരായ ആളുകളെ വാടക വീടുകളിൽ നിന്നും ഇവിടേക്ക് ടൗൺഷിപ്പിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് ടൗൺഷിപ്പിലാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ സർക്കാർ പണിതുകൊണ്ടിരിക്കുന്ന വീട്, അത് എല്ലാവർക്കും കാണാൻ ഏറെ ആഗ്രഹമുണ്ടായിരിക്കും. 178 വീടുകൾ, അതായത് ഫേസ് 1-ലെ എല്ലാം നഷ്ടപ്പെട്ട ബാധിതരെ ഈ വീടുകളിലേക്ക് പാർപ്പിക്കാൻ പോവുകയാണ്. അവർക്ക് താക്കോൽ കൈമാറാൻ പോവുകയാണ്. 25-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താക്കോൽ ദാനം നിർവഹിക്കുക. താക്കോൽ മാത്രമല്ല നൽകുക, വീട് തുറന്നു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ വീടിന് ചുറ്റുമുള്ള സ്ഥലം, അതുപോലെ തന്നെ ഇതിൻ്റെ രേഖകൾ, പട്ടയമടക്കം എല്ലാം കൊടുത്തുകൊണ്ട് അവരെ ഉടമസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീടിൻ്റെ ഉടമസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്. അവർ എല്ലാം നഷ്ടപ്പെട്ട അവരെ എല്ലാം ഉള്ളവരാക്കി മാറ്റുന്ന ആ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് എന്ന് വേണം പറയാൻ നമ്മൾ കടന്നു പോവുകയാണ്. എന്തായാലും 25-ാം തീയതി ആ ദിനം വന്നു ചേരുകയാണ് എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. അന്ന് ദുരന്തമുഖത്ത് ആ ദുരന്തം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കും ഏറെ സന്തോഷമുണ്ട്. അവരെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ അന്ന് സർക്കാർ പ്രഖ്യാപിച്ച, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദുരന്തമുഖത്ത് വന്ന് കണ്ണീരൊഴുക്കുക അല്ല അവർ ചെയ്തത്, അവർ പ്രാക്ടിക്കലായി എങ്ങനെ ഇവരെ ഈ ദുരന്തത്തിൽ നിന്നും കരകയറ്റാം എന്നാണ് ചിന്തിച്ചത്. അന്ന് ദുരന്തത്തിൽ നിന്നും കരകയറ്റാനായി, അവരെ ആശ്വസിപ്പിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരും, ഇവിടെ 5 മന്ത്രിമാർ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത്. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റാതിരിക്കുകയുള്ളൂ, എന്നാൽ മറ്റെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ല, ഇവിടെ വന്ന മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ദുരന്ത ബാധിതരോട് പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. 410 വീടുകളുടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. നമ്മളുടെ കൂടെ വിനിഷ ഒരു അതിഥി കൂടിയുണ്ട് എന്നുള്ളതാണ്. അത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അന്ന് ദുരന്തമുഖത്ത് മേപ്പാടി ക്യാമ്പിൽ വെച്ച് ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ആ ഇരുട്ടത്ത് നിലയില്ല കയത്തിൽ, അതായത് ആ വെള്ളപ്പൊക്കത്തിൽ ആ ഉരുളിൽ കിടന്ന് അലറിക്കരയുമ്പോൾ, ജീവന് വേണ്ടി അലറിക്കരയുമ്പോൾ എത്തിച്ചേർന്ന ആളുകളെ ആരെയും അറിയപ്പോലുമില്ല, എന്നാൽ ആദ്യം എത്തിച്ചേർന്ന ഒരു പേര് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് ഫ്രാൻസിസ് എന്നായിരുന്നു ആ പേരിനെ കുറിച്ച് ആ പേര് പറഞ്ഞത്. ആ പേര് പിന്നീട് മാധ്യമങ്ങളെല്ലാം തന്നെ ആ പേര് തേടി പോവുകയായിരുന്നു. ആ പേര് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാൻസിസ് ആയിരുന്നു. KM ഫ്രാൻസിസ്. പിന്നീടാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ രക്ഷയ്ക്കായി ആദ്യം ആ മലയ്ക്ക് മുകളിൽ എത്തിയത് ഫ്രാൻസിസ് ആയിരുന്നു. ഫ്രാൻസിസ് ഞങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാനും ഏറെ സന്തോഷിക്കാനുമുള്ള വകയുണ്ട്, ആശ്വാസകരമായ കാര്യങ്ങളുണ്ട്. കാരണം ഡിവൈഎഫ്ഐ ആണ് 20 കോടി രൂപ ദുരന്ത ബാധിതർക്കായി ആക്രി പെറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും അങ്ങനെ പല രീതിയിൽ എങ്ങനെയെങ്കിലും അവരെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ദുരന്തമുഖത്ത് അവരെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത് അന്ന് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയാണ്. അദ്ദേഹത്തിന് എന്തായാലും ഈ ഒരു ദിവസം വന്നു ചേരുമ്പോൾ ഏറെ സന്തോഷമുണ്ടാകും. നമുക്ക് അവരോട് ചോദിക്കാം. ഫ്രാൻസിസ്, അന്നത്തെ ഒരു ദുരന്തമുഖത്ത് നിന്നും ഇവിടെ എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നൊരു നിമിഷമാണിത്. കാരണം ഒരു ദുരന്തബാധിതരായിട്ട് ആളുകളെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ലോകത്തിന് മാതൃകയായി ഒരു സംസ്ഥാന സർക്കാർ മാറുകയാണ്. ലോകത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ ചിലപ്പം അതിശയോക്തി ആളുകൾ പറയും. പക്ഷേ നമ്മൾ ഈ ടൗൺഷിപ്പ് ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്ന് ഒരു സർക്കാർ മാതൃകയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പം ആദ്യഘട്ടത്തിൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ ദാനം വരുന്ന 25-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ദുരന്തബാധിതരായിട്ടുള്ള 178 പേർക്ക് നൽകുകയാണ്. ആ 178 പേർക്ക് നൽകുന്നു പറയുമ്പോൾ ബാക്കി നിർമ്മാണങ്ങൾ അതിന് പാരലായിട്ടൂടെ തുടരുന്നു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ നമുക്കറിയാം, മുമ്പ് കേരളത്തിലെ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഇത്തരം ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഭവന നിർമ്മാണം പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ
ഈ ഭവന നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ തീപ്പെട്ടി കൂടെ അടുക്കി വെച്ച പോലെയുള്ള വീടുകൾ ഉണ്ടാക്കി തരരുത് എന്ന് സർക്കാരിനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സർക്കാർ ആ ആവശ്യം പരിഗണിച്ചു എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. 7 സെൻറ്റാണ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരാൾക്ക് അവകാശം നൽകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഓരോരുത്തരും അതിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. കാരണം ഓരോ സോണിലും പിന്നെ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതേപോലെ തന്നെ വിവിധ സോണുകളുടെ ഇടയിൽ പിന്നെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, നല്ല ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 7 സെൻറ്റിൻ്റെ അവകാശമാണ് ഇവർ വരുന്നതെങ്കിലും ഇവർക്ക് ലഭ്യമാകുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. പൊതു ഇടങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് ഈ സോണിൻ്റെ പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും. ആദ്യഘട്ടത്തിൽ ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയത്ത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാന് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ നേരിട്ട് കണ്ടപ്പോൾ അവരെല്ലാവരും സന്തുഷ്ടരായി. ആദ്യത്തെ പരാതിയെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു പിന്നെ പ്രളയത്തെ, ഭാവിയിലൊരു പ്രളയമുണ്ടായാലോ ഒരു ഭൂമിയൊരുക്കം ഉണ്ടായാലോ അതിനെല്ലാം അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷിതരായി ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ളൊരു ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ഈ ഭവന നിർമ്മാണം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ച് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനമാണ് കേരളത്തിലെ സർക്കാർ എന്ന നിലയ്ക്ക് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഫ്രാൻസ്, ഞാൻ ഓർക്കുന്നു അന്ന് ആദ്യം മറ്റ് ആളുകളൊക്കെ തന്നെ, അതായത് ഇതിന് സർക്കാരിൻ്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി തടയിടാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആദ്യം ഇതിൻ്റെ ഒരു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം പറഞ്ഞത് ഇതിൻ്റെ അടിത്തറ ശരിയല്ല എന്നുള്ളതായിരുന്നു. ആ ഫൗണ്ടേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. അത്രയേറെ ഇതുവരെ മറ്റൊരു ബിൽഡിങ്ങും അങ്ങനെ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേറെ ഫൗണ്ടേഷൻ, ഇനിയൊരു ഭൂമി കുലുക്കമുണ്ടായാൽ പോലും ഇതിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഫൗണ്ടേഷനാണ് URCCS ഈ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ നടത്തുമ്പോഴുണ്ടായ ഒരു പ്രത്യേകത. എനിക്കറിയാം കൺസ്ട്രക്ഷൻ മേഖല കൂടി ഫ്രാൻസിസിന് വശമുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ല, ഇതിനെന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ മുഴുവൻ ബാലിശമായിരുന്നു ഓരോ ഘട്ടത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഈ പിന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വയനാട്ടിലെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ മുമ്പും ഇത്തരം സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്തുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സർക്കാർ എന്ന നിലയ്ക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് 316 ദിവസമേ ആയിട്ടുള്ളൂ. ആ 316 ദിവസത്തിനിടയിൽ മഴക്കാലമായിരുന്നു. ഏകദേശം ഒരു 100-120 ദിവസത്തിലധികം മഴയുണ്ടായിരുന്നു. ആ മഴക്കാലത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പം ഓരോ ഘട്ടത്തിലും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വലിച്ചിടാൻ വേണ്ടി പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഈ ദുരന്ത സ്ഥലത്തെ ഒരു വസ്തുതയുമില്ലാത്ത പിന്നെ അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം. അപ്പോൾ ഓരോ ഘട്ടത്തിലും അത് ജനങ്ങൾ മനസ്സിലാക്കി. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ പിന്നെ അടിത്തറയുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരമുള്ളവർക്കറിയാം ഏറ്റവും മികച്ച രീതിയിലാണ് ഇതിൻ്റെ അടിത്തറയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭൂമി കുലുക്കത്തെ പോലും പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ. അത് എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു പ്ലാനിങ് നടത്തിയ സമയത്ത്, ഇങ്ങനൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്ന സമയത്ത് അവിടെ അവർ 100% സുരക്ഷിതരായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര സുരക്ഷിതമായിട്ടുള്ളൊരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുള്ളത്. ഇപ്പം ഭവന നിർമ്മാണം മാത്രമല്ല, നമ്മൾ നോക്കൂ, ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ സർക്കാർ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരു മേഖലയിലും പുറകോട്ട് പോയില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, അവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമാർ തന്നെ നേരിട്ട് ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനം കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആദ്യഘട്ടത്തിൽ അടിയന്തര സാമ്പത്തിക സഹായം സർക്കാർ നൽകുകയാണ്. കാരണം ഒരു പൈസ പോലും കയ്യിലില്ലാത്ത ആളുകളുണ്ട്. നമ്മൾ അന്ന് പറയുന്ന ഒരു മുറുക്കാൻ വാങ്ങാനോ ഒരു മുട്ടായി കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനോ പോലും കയ്യിലില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. അവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുകയാണ്. അതിനുശേഷം ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഒരു കുറവ് പോലും ആർക്കും പറയാൻ വേണ്ടി കഴിഞ്ഞില്ലോ. ക്യാമ്പ് 27 ക്യാമ്പാണ്. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവസാനത്തെ ക്യാമ്പ് പിരിച്ചുവിടുന്ന 27ാമത്തെ ദിവസമാണ്. 27 ദിവസത്തെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പോരായ്മ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ക്യാമ്പ് കഴിഞ്ഞു, താൽക്കാലികമായി ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇന്ന് വരെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം വരെ ഇവർക്ക് മുഴുവൻ കൃത്യമായി പ്രതിമാസം 6000 രൂപ വാടക നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വാടക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരാൾക്ക് 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 ആളുകൾക്ക് പ്രതിദിനം, അതായത് 18,000 രൂപ
ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ 2026 ജൂൺ വരെ സർക്കാർ നൽകും എന്ന് പറഞ്ഞു. അപ്പം ജൂണിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എവിടെ, അത് മാത്രമല്ല അതിനുശേഷം ചികിത്സ, പരിക്ക് പറ്റിയ ആൾക്ക് ചികിത്സാ സഹായം, മരണമടഞ്ഞ ആളുകൾക്കുള്ള സാമ്പത്തിക സഹായം, ഒപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ കടബാധ്യത ഒരു സംസ്ഥാന സർക്കാർ തന്നെ തള്ളിയാണ്. കേന്ദ്ര സർക്കാർ എന്താ നിലപാട് സ്വീകരിച്ചത്? കോടതി അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കമൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോടതി കേന്ദ്ര സർക്കാർ അതിനകത്ത് സമീപിച്ചിട്ടു 18,75,00,000 രൂപ ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയ്ക്ക് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ കടം എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. എഴുതി തള്ളുകയല്ല ചെയ്തത്, സംസ്ഥാന സർക്കാർ ആ കടം വീട്ടുകയാണ്. അതായത് സാധാരണ നിലയിൽ ഇത്തരം വിഷയിച്ചാൽ അവരുടെ സിബിൽ സ്കോറിനെ പോലും ബാധിക്കാത്ത രീതിയിലാണ് ആ പ്രവർത്തനം. അവർക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ലോണോ മറ്റേ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായി വരുന്നുണ്ട്. അതിനൊന്നും പ്രയാസമില്ലാത്ത രീതിയിലാണ് ഇത് പരിഹരിക്കുന്ന സാഹചര്യം സർക്കാർ തന്നെ വീട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഓരോ ഘട്ടത്തിലും ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ ഓരോ ഘട്ടത്തിലും സർക്കാർ അതിന് പിന്തുണയായി നിന്നിട്ട് അവസാനമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് അവരുടെ കൈകളിലേക്ക് ആദ്യഘട്ടത്തിൽ 178 വീടുകൾ കൈമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ളത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും. യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഒരുപക്ഷെ ഏറെ സംസാരിക്കാൻ പറ്റുന്നത് ഫ്രാൻസിസ് ആയിരിക്കും. അന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് അന്ന് ദുരന്തമുഖത്ത് ഇവിടേക്ക് വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്ത നിവാരണ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വിശിഷ്ട വ്യക്തി ഇവിടേക്ക് വരുമ്പോൾ അതിനുണ്ടാകുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം കുറേ ആളുകൾ കൂടി വന്നു, മുഖ്യമന്ത്രിയെ ശ്രദ്ധിക്കണം, ഈ ദുരന്ത നിവാരണം നടത്തുന്ന ആളുകൾക്ക്, പോലീസിനൊക്കെ അതിലേക്ക് പോകണം. അതൊന്നും വേണ്ട, അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത്. പക്ഷേ അന്ന് ഇവിടേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ ദുരന്തമുഖത്ത് നിന്ന് പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ MP ഫണ്ട് പോലും നൽകാത്ത ഒരു MP ആണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് MP അടക്കം 1 കോടിയിലധികം രൂപയാണ് വയനാടിലെ MP അല്ല അദ്ദേഹം, അവർ പോലും അന്ന് 1 കോടി രൂപ ഇവിടുത്തെ ദുരന്ത ബാധിതർക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതേസമയം വയനാടിൻ്റെ MP ഒന്നും ചെയ്തില്ല. യൂത്ത് കോൺഗ്രസ് ആളുകൾ നേതാക്കൾ ഇവിടേക്ക് വരുന്നു, 30 വീടുകൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴും ഫണ്ട് എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. KPCC പ്രഖ്യാപിക്കുന്നു 100 വീടുകൾ, അതിന് ഒരു തറക്കല്ലിടാൻ പോകുന്നു 26-ാം തീയതി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഫ്രാൻസിസിന്റെ ഒരു അഭിപ്രായം, ഒരു വയനാടുകാരൻ എന്നുള്ള നിലയിലുള്ള അഭിപ്രായമുണ്ട്. ഞാൻ പറയുന്നതേ, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു അസാധാരണമായ സംഭവമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് വലിയ പ്രഖ്യാപനം നടത്തി, അവരുടെ MP പ്രഖ്യാപനം നടത്തി, എന്നിട്ടും ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണം എന്താ? കോൺഗ്രസ് ഇങ്ങനെയേ ഉള്ളൂ എന്ന് പൊതുവെ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്യും. എനിക്ക് ഇപ്പം ചൂരൽമല ദുരന്തവുമായി മാത്രമല്ല, മുൻപ് നമ്മുടെ കേരളത്തിലെ ഇത്ര ദുരന്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെല്ലാം കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത, യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ഇത്രയേ അതിന് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയൊരു സംഭവമായിട്ട് ആളുകൾ കരുതുന്നത്. പക്ഷേ ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അവർ സ്വീകരിച്ച സമയം എന്ന് പറയുന്നത് ദുരന്തബാധിതരെ വഞ്ചിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്. സാധാരണ രീതിയിലുള്ള വഞ്ചനയും, അതായത് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ തന്നെ അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായി എടുക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇത് ദുരന്ത മുഖത്ത് നിന്നാണ്, ദുരന്തബാധിതരുടെ പേര് പറഞ്ഞാണ് ഫണ്ട് പിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാണിച്ച, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കാണിച്ച ഒരു നെറുകേട് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനോ പൊറുക്കാനോ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം കേരളത്തിൻ്റെ പൊതുസമൂഹം ആകെ സ്വീകരിക്കുമ്പോൾ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണത്തിൻ്റെ കണക്ക് പോലും വ്യക്തമാക്കാതെ അത് യഥാർത്ഥത്തിൽ അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. ഒരു ദുരന്ത സ്ഥലത്താണ്. നമുക്കറിയാം അന്ന് ആ ചൂരൽമലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എത്ര കഠിനമായിട്ടുള്ള മനസ്സുള്ള ആളുകളും അവരൊന്ന് പതറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി ആ പേരിൽ പണം പിരിച്ച ആളുകൾ ആ പണം അതിനുവേണ്ടി വിനിയോഗിക്കാതെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് അവർ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. ഇത്രമാത്രം മനുഷ്യത്വരഹിതമായി ഒരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 26-ാം തീയതി തറക്കല്ലിടാൻ വേണ്ടി പോകുന്നു. ഇപ്പം നമ്മുടെ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടത്തെ താക്കോൽദാനം പ്രഖ്യാപിച്ച സമയത്താണ് ആര് പറയുന്നത്? കോൺഗ്രസ് പറയുന്നത്. മുൻപ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്,
DYFE 25 വീട് നൽകും എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. നമ്മൾ സ്വാഭാവികമായിട്ടും അന്ന് രണ്ടാമത്തെ ദിവസം DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുത്തുകൊണ്ട് 25 വീട് നൽകുന്നു പറഞ്ഞു. തൊട്ടടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ 30 വീട് നൽകും. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനത്തിന്റെ കാരണം തന്നെ DYFIയുടെ പ്രഖ്യാപിച്ചു. അപ്പൊ 30 വീട് നൽകും എന്ന് പറഞ്ഞു. അതായത് അന്നേരം ഞാൻ ചാമ്പ്യൻ ആകുക എന്നതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ നൽകും എന്നതിനെ കുറിച്ച് ആ 30 വീടുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ ഓരോ ആളുകളും കോൺഗ്രസ് സെപ്പറേറ്റ് 100 വീട് നൽകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നുകൊണ്ട് 100 വീട് നൽകുമെന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അതിനു പുറമെ 30 വീട് നൽകുമെന്ന് പറഞ്ഞു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ ഓരോരുത്തരായിട്ട് വീട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ വലിയൊരു എണ്ണം വീട് വരും. അവസാനം ഇവരെല്ലാം കൂടി പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി 100 വീടേ നൽകുള്ളൂ എന്നാണ് പറഞ്ഞത്. 100 വീടല്ല, അത് 230 വീടുകളാണ് ശരിക്കും കോൺഗ്രസ് പ്രഖ്യാപിച്ച രീതിയിൽ നൽകേണ്ടത്. വസ്തുതയാണ്, നമുക്ക് ബോധ്യമുള്ളതാണല്ലോ. പക്ഷെ അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആവശ്യമായിട്ടുള്ള ആ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ട് ഇത് ഓരോ ഘട്ടത്തിലും പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് എന്ന ബോധ്യം. ഇപ്പോഴും മന്ത്രി രാജൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവർ പറയുന്നത് കർണാടക സർക്കാർ 100 വീട് നൽകിയിട്ടുണ്ട്, 100 വീടിനുള്ള പണം നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഞങ്ങളുടേതാണ്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടാണ്, രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടാണ് കർണാടക സർക്കാർ നൽകിയിട്ടുള്ളത്. എന്നാൽ 20 കോടി രൂപയാണ് അന്ന് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 10 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് രാജൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട്, ആ വീടുമായി ബന്ധപ്പെട്ട കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിനകത്ത് അവർ പ്രഖ്യാപിച്ചതിൻ്റെ 7 അയലത്ത് പോലും ചെയ്ത് മാത്രമല്ല ഇനിയിപ്പോൾ 100 വീട് നിർമ്മിച്ച് നൽകുന്നാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എവിടെയുള്ളത്? ഇപ്പം സ്ഥലം എടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയൊന്നും അറിയില്ല. അതൊന്നും വിശദമാക്കാൻ വേണ്ടി തയ്യാറായില്ല. ഇപ്പോൾ തറക്കില്ലിടാണ് ഇപ്പോഴും. എടുത്ത സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നാണ്. ഞാൻ അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് എന്ന നിലയ്ക്ക് കേരളത്തിലാകെ 2 ഘട്ടം പിരിവ് നടത്തി. ആദ്യഘട്ടത്തിൽ പിരിച്ച പൈസ അവർ കണക്കുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടായി, വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും പിരിവ് നടത്തി. ഈ പണപ്പിരിവ് നടത്തിയതിൻ്റെ കണക്ക് ഓരോ ജില്ലാ കമ്മിറ്റിയും എത്ര വീതമാണ് പിരിച്ചത്, അതുപോലെ തന്നെ ഓരോ അടി നടന്നത് എത്രയാണ് പൈസ പിരിച്ചെന്നുള്ള കണക്ക് ഇപ്പോഴും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ലോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വയനാട് ജില്ല ദുരന്തമുണ്ടായ ജില്ലയാണ്. ഈ വയനാട് ജില്ലയിൽ നിന്ന് DYFI വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് 66 ലക്ഷം രൂപയാണ് നമ്മളിവിടെ പിരിച്ചു നൽകിയത്. DYFI എന്ന നിലയ്ക്ക് സംസ്ഥാന കമ്മിറ്റി എന്ന നിലയ്ക്ക് ക്യാമ്പയിൻ കോൾ ചെയ്ത സമയത്ത് ദുരന്തമുണ്ടായ വയനാട് ജില്ലയിൽ നിന്ന് പിരിച്ചു നൽകി. അപ്പോൾ ഓരോ കമ്മിറ്റിയും പിരിച്ചതിൻ്റെ കൃത്യമായ കണക്ക് DYFI എന്ന നിലയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെത്ര പൈസയാണ് പിരിച്ചത്, എങ്ങനെയാണ് പിരിച്ചതിനെ കുറിച്ച് യാതൊരു കണക്കില്ല. ഇപ്പോൾ അവർ പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ബില്ല് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണക്കൊന്നും ഇല്ലാതെ വരുമല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പിന്നെ നല്ലത്. കാരണം നമ്മളത് പറയുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ മോശക്കാരാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തബാധിതരെ വഞ്ചിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ പിന്നെ അവരുടെ ഇടപെടലിനെ തിരിച്ചറിയാൻ വേണ്ടി പൊതുസമൂഹം തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേവലം ഒരു ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള വാഗ്ദാനങ്ങൾ പറയുന്ന സംഘടനയാണ് കോൺഗ്രസ് എന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദുരന്ത മുഖത്ത് ഇവരിത്തരം സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാം. പക്ഷേ ആ ദുരന്ത മുഖത്ത് പോലും ഈ സമീപനമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഫണ്ട് ഒരു MP എന്നുള്ള നിലയിൽ MP ഫണ്ടെങ്കിലും നൽകാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങളുണ്ട്, ദുരന്ത ബാധിതരുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് സ്വാഭാവികമായിട്ടും ഒരു MP എന്ന നിലയ്ക്ക് ജനങ്ങളുടെ അവകാശം കൂടിയാണ് MP-യുടെ ഒരു സഹായം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ഈ പ്രദേശത്തെ MP ഒരു വിധത്തിലും സഹായിച്ചിട്ടില്ല എന്ന് പറയുമ്പം എന്താണ് ആ MP ഈ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനം എന്ന് തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാകണ്ടേ? ആദ്യഘട്ടത്തിൽ വന്ന് വാഗ്ദാനങ്ങൾ നൽകി, ഞാൻ നേരിട്ട് 100 വീടുകൾ നൽകുമെന്ന് പറഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള 1 രൂപ പോലും അതായത് MP ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൈ നിർത്തേണ്ട ഫണ്ടല്ല, അത് പൊതുജനങ്ങളുടെ ഫണ്ടാണ്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടാണ്. ആ ഫണ്ട് പോലും ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ MP-മാർ അവരുടെ, അതായത് വയനാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടതുപക്ഷ MP-മാർ അവരുടെ ഫണ്ടിൽ നിന്ന് ഈ പണം എടുത്ത് നൽകുമ്പോഴാണ് വയനാടിൻ്റെ MP 1 രൂപ പോലും നൽകാതിരിക്കുന്ന സമയം. ഇപ്പോഴും അതിനകത്തൊരു മറുപടി പറയാനോ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാനോ കോൺഗ്രസിനോ MP-ക്കോ സാധിക്കുന്നില്ലല്ലോ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതൊന്നും കോൺഗ്രസ് ചെയ്തില്ല എന്നുള്ളത് പോട്ടെ,
ഏറ്റവും അവസാനം വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു കാര്യം പോലും ഓർക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ടൗൺഷിപ്പിലേക്ക് അദ്ദേഹം ഈ യാത്രയോടനുബന്ധിച്ച് നവയുഗ യാത്രയോടനുബന്ധിച്ച് ഒന്ന് കയറിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരിക്കലും പറയാൻ മനുഷ്യത്വമുള്ള ആരും പറയില്ല. അദ്ദേഹം പറഞ്ഞത് 1.5 വർഷമായി ദുരന്തം നടന്നിട്ട് ഒരു വീട് പോലും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വീടല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും അതിവേഗത്തിലാണ് അത് നടക്കുന്നത് എന്നും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് പോലും ഒരു വീട് പോലും നൽകിയിട്ടില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശനോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഈ കോൺഗ്രസിന്റെ ഒരു ശൈലി തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഇതിന്റെ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ല. നമ്മൾ ഇതിന്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം അഴിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഓരോ ഘട്ടത്തിലും കൃത്യമായി ഇപ്പം നുണ പറയുന്നതിന്റെ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നുണ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അത് വി.ഡി. സതീശനാണെന്നുള്ളത്. ഒരു അടിസ്ഥാനവുമില്ലാതെ നുണ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പറഞ്ഞു വെക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് വി.ഡി. അത് ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ചോദിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ദുരന്ത സ്ഥലമായപ്പോഴത്തെ നമ്മുടെ ഈ ഒരു മലബാർ മേഖലയിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഓരോ ദിവസവും ഇവിടെ വന്ന് കണ്ടുപോകുന്നുണ്ട്. ഈ വരുന്ന ആളുകളെ സംബന്ധിച്ചോളം നല്ല ബോധ്യമുണ്ട് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ട് സർക്കാർ എന്താണ് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമെന്ന്. ഈ ദുരന്തം ഇപ്പം നമുക്ക് 178 വീടാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ 178 വീട് മാത്രം നിർമ്മിച്ചാൽ പോരെ. ഇപ്പം ഈ എത്രയാണോ നമ്മൾ വീട് നൽകേണ്ടത് അതിൻ്റെ മുഴുവൻ അടിത്തറയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പാരലായിട്ട് കൊണ്ടുപോവാണ്. നമ്മളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്ന് സമയം എന്ന നിലയ്ക്ക് ഇതിൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അന്നും ഞാൻ മനസ്സിലാക്കുന്നത് മഴയത്ത് ടാർപ്പായ ഉൾപ്പെടെ കൊണ്ടുവന്ന് താൽക്കാലികമായി വെച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരലായിട്ട് ഇതിൻ്റെ മുഴുവൻ വീടുകളുടെ നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഓരോ വീട് നിർമ്മിച്ചു കൊടുത്ത ചരിത്രം കേരളത്തിൽ ഏതെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ അടിസ്ഥാനം അതൊന്നും വസ്തുതയൊന്നും മനസ്സിലാക്കാതെയാണ് വി.ഡി. സതീശൻ ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായിരുന്നില്ല. ദുരന്ത ബാധിതരെ എങ്ങനെയെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുന്നേ ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കണം, ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിവാദങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ബാധിതർക്ക് എന്തെങ്കിലും നൽകുക എന്നുള്ളതായിരുന്നില്ല. അതിനപ്പുറം ഈ ടൗൺഷിപ്പ് അടക്കം നിർമ്മിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പുറത്ത് സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനപ്പുറം വിവാദങ്ങളെയും അതുപോലെ ഇവർ നടത്തുന്ന ഇതിന് എതിരായി അവർ നടത്തുന്ന എല്ലാ പ്രക്രിയകളെയും പ്രതിരോധിച്ചുകൊണ്ട് വേണം ഒരു ഭാഗത്ത് ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം നടത്താനും. അങ്ങനെ രണ്ട് രീതിയിൽ, ഒരു ഭാഗത്ത് പ്രതിരോധവും ഒരു ഭാഗത്ത് ഈ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണവും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സർക്കാരിന് ഒരു ഘട്ടത്തിലും ഒരു വ്യക്തതയോടുകൂടി ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചോളം ധൈര്യത്തോട് തന്നെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഈ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം പൊതുജനങ്ങൾ തന്നെ നമ്മളെ സംബന്ധിച്ചോളം, നമ്മളിപ്പം വയനാട്ടുകാരെ സംബന്ധിച്ചോളം ഈ നേരത്തെ വി.ഡി. സതീശൻ ചോദിച്ചൊരു ചോദ്യം വയനാട്ടുകാരൻ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനെടുക്കുക? ഈ സ്ഥലത്ത് വന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും വയനാട്ടിലൊരു 10-50% ആളുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ വീക്ഷിച്ച ആളുകളാണ്. അവരെങ്ങനെ എടുക്കുക? അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കണ്ടാൽ മതി. ഈ നുണകളെന്ന് പറയുന്നത് അത് നുണയുടെ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഇനി വി.ഡി. സതീശൻ പറയുന്ന ഓരോ വാക്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ വർത്തമാനങ്ങളിലും വസ്തുതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. സർക്കാരിന് ഒരു ആശങ്കയുമില്ലാതെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സർക്കാർ ഈ വീടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അതേസമയം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ റോഡ് എത്തിയിരിക്കുകയാണ്. റോഡ് 12 കിലോമീറ്റർ റോഡിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് പോലും ഏറ്റവും അത്യന്താധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഫുൾ റിക്ലമേഷൻ യന്ത്രം ഉപയോഗിച്ച്, അത് ആദ്യം ഉപയോഗിച്ചിരുന്നത് ഗണേഷിൻ്റെ മണ്ഡലത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ പത്തനാപുരത്തായിരുന്നു കേരളത്തിൽ ആദ്യമായി ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും അത്യന്താധുനിക യന്ത്രം ഉപയോഗിച്ചുള്ള
പണികളാണ്. റോഡിൻ്റെ കാര്യത്തിൽ പോലും റോഡ് പോലും ദീർഘകാലം നിലനിൽക്കണം, അത് തകർന്നു പോകരുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ റോഡ് പോലും നിർമ്മിക്കുന്നത്. അത്രയും കാര്യങ്ങൾ, അതായത് വീടിൻ്റെ അടിത്തറ മാത്രമല്ല, വീടിൻ്റെ സുരക്ഷിതത്വം മാത്രമല്ല, റോഡുകളുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ സീവേജ് പ്ലാന്റ് 10 സീവേജ് പ്ലാന്റുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടിവെള്ളം, വാട്ടർ ടാങ്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതി തന്നെ വളരെ ശുദ്ധമായ വെള്ളം ജനങ്ങൾക്ക് കിട്ടണം, ഇവിടെയുള്ളവർക്ക് കിട്ടണം. അങ്ങനെ പ്രാഥമികമായ കാര്യത്തിൽ തൊട്ട് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് അത്രയും അത്യന്താധുനിക യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിന് ഒരു സാങ്കേതിക വശത്തെക്കുറിച്ചും സർക്കാരിൻ്റെ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇത് ലോകത്തിന് മാതൃകയാകുന്നതിൻ്റെ ഒരു 2 ഉദാഹരണമാണ് ഇപ്പം ചേച്ചിയോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ഇപ്പോൾ റോഡിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലം ഇത് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം സാധാരണ നിലയിൽ ഇത്തരം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായി റോഡ് അതേപോലെ തന്നെ മറ്റ് സംവിധാനമൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ നേരത്തെ റോഡിൻ്റെ വിഷയം പറഞ്ഞു, അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട സംവിധാനം പറഞ്ഞു. മാത്രമല്ല നമുക്കറിയാം ഇത്രയും വീടുകൾ ഇരിക്കുകയാണ്, ഇവിടെ എവിടെയെങ്കിലും ടെലിഫോണിൻ്റെ ലൈന് പോകുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മണ്ണിലടിയിലൂടെ മണ്ണിനടിയിലൂടെ പോയിട്ടാണ് ഇതിൻ്റെ മുഴുവൻ കണക്ഷൻ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഒരു ടൗൺഷിപ്പായി ഇതിനെ മാറ്റുക എന്ന് തന്നെ. ഇത് സർക്കാർ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് മോഡലായി നമ്മുടെ വയനാട് ഈ ടൗൺഷിപ്പ് മാറേണ്ടതുണ്ട്. എങ്ങനെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ടൗൺഷിപ്പ് എങ്ങനെയാണ് എന്നതിൻ്റെ മോഡലായി ഇത് മാറും എന്നുള്ളതാണ് സർക്കാർ മുമ്പ് പറഞ്ഞത്. ആ മോഡലായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ നമ്മൾ ഇപ്പോൾ അച്ഛൻ മകൾക്ക് എടുത്തു കൊടുക്കുന്ന വീട്, അല്ലെങ്കിൽ ആ അച്ഛൻ മകൻ എടുത്തു കൊടുക്കുന്ന ഒരു വീടൊക്കെ ആകുമ്പോൾ മകനോ മകൾക്കോ ഒരു സുരക്ഷിതത്വം ഉണ്ടാവും, ഇത് അച്ഛനാണ് എടുക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ. ഏറ്റവും മികവാർന്ന സാധനം മാത്രമേ അവർക്ക് നൽകുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും ആധുനിക രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ അവർക്കൊരു സുരക്ഷിതത്വ ബോധം കൂടി ഉണ്ടാകുന്നു. സർക്കാരിൽ, അതായത് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഒരു സർക്കാരുണ്ട് എന്നുള്ളൊരു ബോധം കൂടിയല്ലേ യഥാർത്ഥത്തിലുണ്ടാകും? തീർച്ചയായും. കാരണം സർക്കാർ, ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ സ്വീകരിച്ചൊരു സമീപനം അതാണ്. ഇവർ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം. അപ്പോൾ അവസാനം നമ്മൾ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിനകത്തും നമ്മൾ കാണുന്നത് തന്നെയാണ്. ഓരോ നിർമ്മാണ പ്രവർത്തനം, ഇപ്പം ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക. സാധാരണ നിലയിൽ നമുക്ക് വീട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, വിവിധ തരത്തിലുള്ള കോൺട്രാക്ടറൊക്കെ നമ്മൾ ഞാൻ ഓർക്കുന്നു, അന്ന് ഒരു ലീഗ് പ്രവർത്തകൻ എന്നോട് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇത് എന്തിനാണ് ഒരു വീടിന് 20 ലക്ഷം രൂപയൊക്കെ, 7 ലക്ഷം രൂപയ്ക്ക്, ഞാനൊരു കോൺട്രാക്ട് വർക്ക് നടത്തുന്ന ആളാണ്, 7 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ഇത്തരത്തിലുള്ള ഒരു വീട് എടുത്തു തരാം. അങ്ങനെ സാധ്യമല്ല എന്നുള്ളത് അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ വേണ്ടി വരുമോ 7 ലക്ഷം രൂപ? അതെ, അതെന്താ വെച്ചാൽ വീട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ 7 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ സാഹചര്യം നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കോൺട്രാക്ട് വർക്കുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ സാധാരണ നിലയിൽ ഇവിടുത്തെ ഭൂമിക്കകത്ത് കല്ല് വെച്ച് കെട്ടി അതിന് മുകളിൽ ബെൽറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ വീട് പണിയായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ പില്ലറിൽ തന്നെ ചെയ്തതിനുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള റിസ്ക്കും ഈ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ആ നമ്മുടെ പില്ലറിനകത്ത് തന്നെ പണിത് അതിനകത്ത് കട്ട കെട്ടി അതിൻ്റെ മറ്റ് സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഏറ്റവും മികച്ച മെറ്റീരിയൽസ്. അപ്പോൾ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം മക്കൾക്ക് വീട് പണിയുന്ന സമയത്ത് ആരും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യില്ല. അവിടെ ലാഭമല്ലല്ലോ നോക്കുക. ഏറ്റവും മികച്ച. പിന്നെ ഒന്നെന്താ വെച്ചാൽ നമുക്കറിയാം, അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട ഒരു പ്രതിസന്ധി ഉണ്ട്. ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അവർ സുരക്ഷിതമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്താണ് ഒരു രാത്രി ദുരന്തം വരുന്നത്. അപ്പം വീണ്ടും ഇവരിവിടെ വന്ന് താമസിക്കുമ്പോൾ ആ സുരക്ഷിതത്തിനകത്ത് എന്തെങ്കിലും ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വീണ്ടും
വലിയ തരത്തിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകും. അപ്പം ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സർക്കാർ ഏറ്റവും മികച്ച രീതിയിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം മക്കൾക്ക് ഒരു രക്ഷിതാവ് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്ന ആ ഒരു ജാഗ്രത കാണിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് അവർക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. ഇവിടെ സന്ദർശിച്ച ഇന്നലെ വൈകുന്നേരം പോലും ഈ 25-ാം തീയതി ഇത് കൊടുക്കും എന്നറിഞ്ഞപ്പോൾ ഇവിടെ സന്ദർശിച്ച ഒരുപാട് പേരുണ്ട്. രാത്രി പോലും ഞങ്ങളോട് സംസാരിച്ചവരുണ്ട്. അവരൊക്കെ വളരെ സന്തോഷം മാത്രമല്ല ഒരു ആശ്വാസത്തിലാണ്. ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ആശ്വാസമുണ്ട് അവർക്ക് കിട്ടുന്നത്. വീട് മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധം, ആ ഒരു ആശ്വാസം, ഇതൊക്കെ തന്നെയുണ്ട്. അതിൽ പങ്കുചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. നാളെ നമുക്കൊരു ദുരന്തമുണ്ടായാൽ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു പൊതുബോധം ജനങ്ങൾക്ക് പോലും ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണത്. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം സാധാരണ നിലയിൽ ഇപ്പം ഞാനിപ്പം ജീവിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ദുരന്തം ഉണ്ടാവും, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഒരു സർക്കാർ അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഇത്ര മാതൃകപരമായി ഇടപെടുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം 10 വർഷത്തിനിടയിൽ സർക്കാർ അനുഭവിച്ചത് കുറച്ച് പ്രതിസന്ധികളെയല്ല. നിപ്പ മുതൽ കോവിഡ് മുതൽ അങ്ങനെ ഓക്കി വന്നു ആദ്യം, അതിനുശേഷം പ്രളയം വന്നു. ഇതൊക്കെയുള്ള ഒരു സന്ദർഭത്തിലും ചേർത്ത് പിടിച്ച സർക്കാരാണ്. പക്ഷേ ഇതിനൊക്കെ എതിരെ പലതും പറഞ്ഞുണ്ടാക്കാൻ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് വീണ്ടും ഒരു ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതെ, അതായത് പിന്നെ സാധാരണ നിലയിൽ ഇത്തരം ദുരന്തമുണ്ടായ സ്ഥലത്ത് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഓരോ ദുരന്തത്തെയും ഓരോ പ്രതിസന്ധിയും അതിജീവിക്കാൻ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച തരത്തിൽ, അതാണ് ഏറ്റവും പ്രത്യേകത. ഇത്ര ദുരന്തങ്ങൾ നമ്മൾ സമീപകാലത്ത് കാണാത്ത രീതിയിൽ നമ്മൾ നേരിട്ടപ്പോഴും അതിനെ ഏറ്റവും മികച്ച രീതിയിൽ കുറ്റമറ്റതായി പരിഹരിക്കാൻ വേണ്ടി ഒരു സർക്കാരിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് ഇപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട്. അന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ആ ക്യാമ്പുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒരു പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഓരോ റൂമിൽ തന്നെയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെ ഒന്ന് പുറത്തിറക്കി ഒരു രാവിലെ ഒരു ചായ കൊടുക്കാൻ പോലും അന്ന് ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു. ആ സമയത്ത് ഈ 3-ാമത്തെ ദിവസം പുറത്ത് വന്ന് മറ്റ് ദുരന്തബാധിതരെ കൂടി കണ്ടപ്പോഴുണ്ടായ ഒരു ആശ്വാസമുണ്ട് അവർക്ക്. അങ്ങനെയാണ് അവർ പറയുന്നത് സർക്കാരിനോട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ ഒരിടം വേണം, ഞങ്ങൾ വേർപെട്ടു പോയാൽ ഞങ്ങൾക്ക് ആ ഒരു പഴയ ജീവിതത്തിൻ്റെ ഒരു ശൈലിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പറയുന്നത് ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയെ കൂടി അതിജീവിക്കാൻ വേണ്ടിയാണ് അവർക്ക് എല്ലാവർക്കും ഒരു താമസ ഇടം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇങ്ങനെയൊരു ടൗൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്, ആശയം പോകുന്നത്. അതിനിടയിൽ പോലും പിന്നീട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുതിർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ അവരിൽ പലരോടും ഞങ്ങൾ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിൽ പള്ളി ഉണ്ടാകും, അമ്പലം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഫ്രാൻസിസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുഖത്ത് നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ടവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പെട്ടെന്നൊരു പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന വീടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പള്ളിയോ അമ്പലമോ ഒന്നുമല്ല പ്രശ്നം. അവർ സാധാരണ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളേക്കാൾ, ദുരന്തബാധിതർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളേക്കാൾ ഏറ്റവും മികച്ചത് സർക്കാർ ഉണ്ടാക്കുന്ന വീടുകളാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകുന്നു. ഈ കാഴ്ച കണ്ടാൽ നമുക്കറിയാം രാപ്പകൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ അവർ ഇത് എങ്ങനെയെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിൽ ഉണ്ടാകുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും, അതായത് ഇനി വരാൻ പോകുന്നത് മറ്റ് ആശുപത്രികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമാണ് വരാൻ പോകുന്നത്. ആ ഒരു താരതമ്യം ഒന്ന് പറയാൻ പറ്റുമോ? ഇതിലെന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദുരന്ത നിവാരണമായി മുന്നോട്ട് പോയപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചിലതാണ്. നമുക്കറിയാം, നമ്മളിപ്പം നിൽക്കുന്നത് കൽപ്പറ്റ ടൗൺ. ഇവിടെ നിന്ന് നോക്കിയാൽ കൽപ്പറ്റ ടൗൺ കാണാം. അത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് നിൽക്കുന്ന ഭൂമിയാണ്. ഈ ഭൂമിയുടെ വാല്യൂ എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സെന്റിന് 10 ലക്ഷത്തിലധികം വിലയുള്ള ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ അത്തരം ഒരു ഭൂമി നൽകിക്കൊണ്ടാണ് ഒന്ന് ഭൂമിയുടെ വില അത്രമാത്രം വലുതാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കൊടുക്കുന്ന റോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാള്, സ്കൂള്, ആശുപത്രി സൗകര്യം, ഇതെല്ലാം ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇപ്പോൾ DYFI ഈ 100 വീട് നൽകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പണം ഇതിൻ്റെ നിർമ്മാണ ഏജൻസിയെ ഏൽപ്പിച്ച സമയത്ത്
ഒരു അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടായി. DYFI ഇത് സർക്കാരിന് നൽകുകയാണ്, പിന്നെ DYFI എങ്ങനെയാണ് എവിടെയാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്, DYFI നിർമ്മിച്ച വീട് എവിടെയാണെന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ അതിനകത്ത് DYFI പറഞ്ഞ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ദുരന്തബാധിതരെ സംബന്ധിച്ചോളം ആ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അവരുടെ അവകാശമാണ്, അല്ലാതെ ഔദാര്യമല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അത് അവരുടെ അവകാശമായിട്ടാണ്. ഇപ്പോൾ ഈ വീട് അവർ താക്കോല് 25-ാം തീയതി വാങ്ങുമ്പം അവരെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ നാട്ടിൽ ഒരു ദുരന്തത്തെ നേരിട്ട സമയത്ത് ആ ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് സർക്കാർ നേതൃത്വം കൊടുക്കുകയും സർക്കാർ എന്ന നിലയ്ക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ താക്കോല് വാങ്ങുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രദേശത്ത് പോയി അവിടെ താമസിക്കുമ്പോൾ അതൊരു ഔദാര്യമായിട്ടാണ് അവർക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ ഒരു ബോർഡ് വെച്ച് അവര് ജീവിതകാലം മുഴുവൻ DYFIയുടെ ബാനർ വെച്ചൊരു വീടിന് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും DYFIയുടെ ഒരു പിന്നെ സംഭാവനയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ വീട്ടിനകത്ത് താമസിക്കുന്നത്. പക്ഷെ ദുരന്തബാധിതരെ നമ്മൾ അങ്ങനെ നിർത്തേണ്ട ആളുകളല്ല. ദുരന്തം എന്ന് പറയുന്നത് സമൂഹത്തെ ഒരുമിച്ച്, സമൂഹം ഒന്നാകെ ഒരുമിച്ച് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ദുരന്തബാധിതരെ സംബന്ധിച്ചുള്ള അതൊരു അവകാശമാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് DYFI എന്തുന്നത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു സമീപനം സ്വീകരിച്ചത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സമീപനമായിട്ട് പോകുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ട്. പക്ഷേ ആ ലീഗ് നിർമ്മിക്കുന്ന വീട്, അവിടുത്തെ സ്ഥലത്തിൻ്റെ വാല്യൂവും സർക്കാർ നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ വാല്യൂവും വലിയ ആനയും അമ്പഴങ്ങയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീടിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന സമ്പത്തും അതേപോലെ തന്നെ സർക്കാർ നിർമ്മിക്കുന്ന വീടിൻ്റെ സമ്പത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പം ആ കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും ദുരന്തബാധിതരെ സംബന്ധിച്ചോളം നല്ല ബോധ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ ഇവർ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആ വീട് വാങ്ങാൻ വേണ്ടി പോയാൽ ഞങ്ങൾ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ പിന്നെ ലിസ്റ്റിലേക്ക് വീണ്ടും വരാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ച് വന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ വസ്തു തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ നിർമ്മാണവുമായി ഇതിൻ്റെ ഒന്ന് മൂല്യമുണ്ട്, അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. പിന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു വിഷയം, ഇവർക്ക് ഒരുമിച്ച് വേണമെന്നുള്ള ആവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ചൂരൽമല എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു സമൂഹം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെല്ലാം ഞാൻ അവിടെ നേരിട്ട് പോയതുകൊണ്ട് അറിയാം. അവിടെ ആളുകൾ ജീവിച്ചിരുന്നത് ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിലാണ് ജീവിച്ചിരുന്നതെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകത വെച്ചാൽ ഇവരെല്ലാവരും തമ്മിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടാവും. നമ്മൾ ടൗണിലേക്ക് വരില്ല. ടൗണിൽ ഇപ്പോൾ 2 വീട് അപ്പുറത്തുള്ള ആളുകൾ ആരാന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഉത്സവങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഭേദമില്ലാതെ ഒരുമിച്ച് ആണ് എല്ലാവരും നടത്തിയിരുന്നത് ഉത്സവങ്ങൾ. അത് മാത്രമല്ല, 1 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ആളുകൾ തമ്മിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ എന്ന നിലയ്ക്ക് ഇത്തരമൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിപ്പിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. അവിടെ ഒരു 7-8 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അവർ താമസിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 3 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഇവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള പിന്നെ നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ ഈ വീടുകൾ തമ്മിൽ, ഓരോ സോണുകൾ തമ്മിൽ ഗ്യാപ്പുണ്ട്. അവിടെ പൊതു ഇടങ്ങളുണ്ട്. ആ പൊതു ഇടങ്ങൾക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ആ അടിസ്ഥാന സൗകര്യങ്ങളോട് തന്നെയാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രാൻസിസ്, ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. മറ്റൊരു കാര്യം, 20 വീട് നൽകാമെന്ന് പ്രഖ്യാപിച്ച ആ സമയത്ത് DYFI എന്ന യുവജന സംഘടന അത് പിരിവൊക്കെ നടത്തി പണം അധികം കയ്യിൽ വന്നപ്പോൾ അത് 100 വീടുകൾക്ക് ഉള്ള പണമായി സർക്കാരിലേക്ക് കൊടുക്കുന്നത്. പല സംഘടനകളും പിരിച്ച പണം പോലും കണക്ക് പറയാത്ത ഒരു കാലഘട്ടത്തിലൂടെ ആണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒളിപ്പിച്ച് വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബിരിയാണി ചലഞ്ച് ഇതൊക്കെ നടത്തുകയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ കിട്ടിയ പണം മുഴുവൻ അതിൽ കൂടുതൽ പോലും സമാഹരിച്ച് എങ്ങനെയെങ്കിലും സർക്കാരിന് നൽകുക എന്നുള്ള ഒരു മഹാ മനസ്സ് കാണിച്ച ഒരു സംഘടന കൂടിയാണ്. 20 വീട് പ്രഖ്യാപിച്ചെടുത്ത് 100 വീടിൻ്റെ പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു 25-ാം തീയതി വീടുകൾ കൈമാറും എന്നുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾക്കായിരിക്കും അതിൽ പ്രാഥമികമായി നിങ്ങൾക്ക് പരിഗണന നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിളിച്ചത്. ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവിട്ടതിന് നന്ദി. വിനിഷ, ഇതാണ് ലോകത്തിന് തന്നെ മാതൃകയായ ജനങ്ങൾ എന്ന് വേണം പറയാൻ. കേരളത്തിലെ ജനങ്ങളാണ് സർക്കാരിനൊപ്പം നിന്നത്. അന്ന് ദുരന്തമുഖത്ത് സർക്കാർ എന്തായാലും ജനങ്ങളുടെ കൂടെ, ദുരന്തബാധിതരുടെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിച്ച ആളുകളാണ് സർക്കാരിന് പണം നൽകിയത്. അന്ന് പണം നൽകരുത് എന്ന് പല സംഘടനകളും ദുരന്തബാധിതരുടെ ഫണ്ടിലേക്ക്, സർക്കാർ ഫണ്ടിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞ
പല സംഘടനകളെയും നേതാക്കളെയും നാണിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സർക്കാർ കാഴ്ചവെച്ചുള്ളത്. ആ വീടുകളാണ് സർക്കാർ നൽകാൻ പോകുന്നത്. അങ്ങനെ സർക്കാരിനൊപ്പം നിന്ന സംഘടനയുടെ നേതാവാണ് KM ഫ്രാൻസിസ്. അന്ന് ദുരന്തമുഖത്തും ജനങ്ങളോടൊപ്പം നിന്ന ആളാണ്. അവരാണ് അവരുടെ അനുഭവം, ഇത്രയും കാലത്തെ 1.5 വർഷത്തിനിടയിലെ അനുഭവം ഞങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. വിനിഷ, താങ്ക് യു ജോഷ്ല, താങ്ക് യു സോ മച്ച്. ജോഷ്ലയ്ക്കും ഫ്രാൻസിസിനും അഭിവാദ്യങ്ങൾ.